ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരാധന ഹൃദയത്തിൽ നിന്നുള്ള സമർപ്പണമാണ്. ദൈവം വിശ്രമദിനത്തിൻ്റെ വിശുദ്ധിയും തിരുനിവാസ നിർമ്മാണത്തിനായുള്ള മനസ്സറിഞ്ഞ സമർപ്പണവും തൻ്റെ ജനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം. ദൈവം നിർബന്ധിതമായ ദാനമല്ല, സന്തോഷത്തോടെയുള്ള ഹൃദയ സമർപ്പണമാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഇന്നത്തെ പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനം നമ്മെ ഒരു വലിയ ആത്മീയ സത്യം പഠിപ്പിക്കുന്നു. ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ ഹൃദയമാണ്. സ്നേഹപിതാവായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിനും ജീവനും കൃപയ്ക്കും ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. അങ്ങയെ സ്നേഹിക്കുന്ന ഹൃദയത്തോടും സന്തോഷത്തോടും കൂടി അങ്ങേയ്ക്കായി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങേയ്ക്ക് പ്രസാദകരമായ ഒരു ആരാധനയായി തീരട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗം. അനന്തരം മോശ ഇസ്രായേൽ മക്കളുടെ സംഘത്തെയൊക്കെയും കൂട്ടി അവരോട് പറഞ്ഞത്: നിങ്ങൾ ചെയ്യുവാൻ യഹോവ കൽപ്പിച്ച വചനങ്ങളാണിത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധമായി യഹോവയുടെ മഹാസ്വസ്ഥതയുള്ള ശബത്തായിരിക്കണം. അന്ന് വേല ചെയ്യുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. ശബത്തുനാളിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എങ്ങും തീ കത്തിക്കരുത്. മോശ പിന്നെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത്: യഹോവ കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാടെടുക്കുവിൻ. നല്ല മനസ്സുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം. പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ, തകശുതോൽ, ഖദിരമരം, വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം, ഗോമേതകക്കല്ല്, ഏഫോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ല് എന്നിവ തന്നെ. നിങ്ങളിൽ ജ്ഞാനികളായവർ എല്ലാവരും വന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും ഉണ്ടാക്കണം. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ മോശ ഇസ്രായേൽ ജനത്തെ ഒരുമിച്ചു കൂട്ടി ദൈവത്തിന്റെ കൽപ്പനകൾ അറിയിക്കുകയാണ്. ആദ്യം അവൻ വിശ്രമദിനത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നു. അതിനുശേഷം തിരുനിവാസത്തിന്റെ നിർമ്മാണത്തിനായി ജനങ്ങൾ മനസ്സറിഞ്ഞ് വഴിപാടുകൾ കൊണ്ടുവരണമെന്ന് ഈ തിരുവചന ഭാഗം പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ദൈവം എല്ലാവരോടും നിർബന്ധിച്ച് ഒന്നും ചോദിക്കുന്നില്ല. അവിടുന്ന് പറയുന്നു, നിങ്ങളിൽ ജ്ഞാനികളായ എല്ലാവരും വന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും ഉണ്ടാക്കണമെന്നാണ്. ദൈവത്തിന് വേണ്ടുന്നത് സന്തോഷത്തോടെ നൽകുന്ന ഹൃദയങ്ങളെയാണ്. നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജീവിതം, ഇവയെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ ആരാധന ആരംഭിക്കുന്നത്. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം: ദൈവത്തിന് ഞാൻ നൽകുന്നത് സന്തോഷത്തോടെയാണോ? എൻ്റെ ജീവിതം ഒരു ജീവനുള്ള ആരാധനയാണോ? എൻ്റെ കഴിവുകളും സമയവും
ദൈവരാജ്യത്തിനായി ഞാൻ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മുടെ കൈകളിലെ സമ്മാനത്തേക്കാൾ അത് നൽകുന്ന ഹൃദയത്തെയാണ് ആദ്യം കാണുന്നത്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പ്രസാദകരമായ ഒരു സമർപ്പണമായി തീരട്ടെ. സ്വാർത്ഥതയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. സന്തോഷത്തോടെ നൽകുവാനും സ്നേഹത്തോടെ സേവിക്കുവാനുമുള്ള ഒരു കൃപ തമ്പുരാനെ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ജോലികളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് തമ്പുരാനെ പുതിയ ഒരു ധൈര്യം നൽകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സമാധാനത്തിൽ ഞങ്ങളെ നടത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ ഒരു സമർപ്പണമായി തീരട്ടെ. അവിടുത്തെ സ്നേഹവും സമാധാനവും എന്നും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.